ഇന്ന് സാധാരണ നിലയിൽ പ്രതിപക്ഷ നേതാവ് വരാത്തത് കൊണ്ടുള്ളൊരു വിഷമം എൻ്റെ നേരെ തീർത്തിട്ട് കാര്യമില്ല. കാരണം ഒരു സാധാരണ ഫോമിൽ അദ്ദേഹം ആയില്ല എന്ന് എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും. ആ വിഷമം എൻ്റെ നേരെ തീർക്കരുതെന്ന് മാത്രം. അതിനെന്താ കാരണം എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. ഇവിടെ അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പ്രസക്തമായ രീതിയിൽ പറയുകയുണ്ടായി. അത് നമ്മുടെ കേരളത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല, മാർക്കറ്റിൽ ഇടപെടുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് കേരളത്തിലെ ജനങ്ങളാകെ അനുഭവിച്ചറിയുന്നൊരു കാര്യമാണ്. കാരണം വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ നാടിൻ്റെ ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായുള്ള ഫലപ്രദമായ മാർക്കറ്റ് ഇടപെടലാണ് നടത്തിപ്പോരുന്നത്. അതിൽ മാതൃകാപരമായ പ്രവർത്തനം സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നടത്തുന്നു. നമ്മുടെ സഹകരണ മേഖലയിൽ കൺസ്യൂമർ ഫെഡും ഒരു പരിധിയോളം ചെയ്യുന്നു. ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നത് ആവശ്യമായ പിന്തുണ സർക്കാർ നൽകുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ്. എന്നാൽ സർക്കാരിനെ പ്രയാസത്തിലാക്കുന്ന ഒട്ടേറെ നീക്കങ്ങൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു തരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷേ അതിനെയെല്ലാം ഫലപ്രദമായി അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ ഏറ്റവും വിചിത്രമായ ഒരു വാദഗതി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ, അതിൽ നിന്ന് 1 രൂപ കൂട്ടാൻ തയ്യാറായോ എന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. സർ, 1600ലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവുണ്ടായത് കഴിഞ്ഞ 2016 മുതൽ 2021 വരെ ഇവിടെ ഉണ്ടായ LDF സർക്കാരിൻ്റെ കാലത്താണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ തന്നെ കാര്യത്തിൽ നിങ്ങൾ എത്ര കണ്ട് കുറ്റകരമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നത് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ആദ്യഘട്ടത്തിൽ നായനാർ ഗവൺമെൻറ് 45 രൂപയായിരുന്നല്ലോ കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തിരുന്നത്. അന്ന് അതിനെ എത്ര ശക്തമായി അത് ഉൽപ്പാദനക്ഷമതയുള്ള കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ തയ്യാറായിരുന്നു എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ആ തുക പിന്നീട് അധികാരത്തിൽ വന്ന UDF വർദ്ധിപ്പിക്കാൻ തയ്യാറായി. അതിൽ നിന്ന് പിന്നീട് ആ തുക വർദ്ധിപ്പിക്കുന്നത് പിന്നീട് വന്ന LDF സർക്കാരല്ലേ. LDF സർക്കാർ വർദ്ധിപ്പിച്ച ആ തുകയിൽ നമ്മൾ 2016 വരെയുള്ളൊരവസ്ഥ നോക്കിയാൽ 2080 മുതൽ
2016 വരെ എടുത്താൽ ഇടവിട്ട് രണ്ട് മുന്നണികളും ഭരിക്കുകയാണല്ലോ ചെയ്തിരുന്നത്. പിന്നീട് വന്ന UDF ഗവൺമെൻറ് അതിലേതെങ്കിലും വർധനവ് വരുത്തിയോ? സർ, ഇവിടെ കാണേണ്ടത് ആകെ ഈ കാലയളവിൽ വർധനവ് വരുത്തുന്നത് 2016 മുൻപുള്ള ടേമിലാണ്. 2016 മുൻപുള്ള ടേമിൽ വർധനവ് വരുത്തിയപ്പോൾ 500 രൂപയുണ്ടായിരുന്നത് 600 രൂപയാക്കി. ആ വർധനവ് കടലാസിലായിരുന്നു, അത് കൊടുത്തിരുന്നില്ല. സർ, ഇവിടെ കുറച്ചുകൂടി പിറകിലോട്ട് പോയാൽ 2006 ഞങ്ങൾ LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അന്ന് ചെറിയ സംഖ്യയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. ആ തുക 28 മാസത്തതായിരുന്നു കുടിശ്ശിക. 2006 BSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തീരുമാനിച്ചത് ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ്. അങ്ങനെ നിങ്ങളുടെ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലുള്ള ഒരുതരം മുഖം തിരിഞ്ഞു നിൽക്കൽ എത്ര ക്രൂരമായിരുന്നു എന്നുള്ളത് ഓർക്കണം. ചില്ലിക്കാശാണെന്ന്. പക്ഷെ അതുപോലും 1-2 അല്ല, 1-2 വർഷം, 28 മാസം, 2 വർഷവും 4 മാസവും കൊടുക്കാനായിരുന്നു ബാക്കി 26. സർ, അത് കഴിഞ്ഞ് കൃത്യമായി ആ പെൻഷൻ LDF സർക്കാർ കൊടുത്തു വന്നു. 2011 UDF വീണ്ടും അധികാരത്തിൽ വന്നു. എന്തായി അവസ്ഥ? ആ ഘട്ടത്തിലാണ് 500-ൽ നിന്ന് 100 രൂപ വർദ്ധിപ്പിച്ചത്. അത് കടലാസിലാണെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട്? ഞങ്ങൾ 2016 അധികാരത്തിൽ വന്നപ്പോൾ കൊടുക്കാനുള്ള പെൻഷൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. 18 മാസത്തെ കുടിശ്ശിക. ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുക്കാൻ ഞങ്ങളാണ് തീരുമാനിച്ചത്. അത് കൊടുത്തു തീർക്കുക മാത്രമല്ല സർ, 600-ൽ നിന്ന് പടിപടിയായി വർധനവ് തുടങ്ങി. അങ്ങനെയാണ് 2021 ആകുമ്പോഴേക്ക് 600 1600 മാറുന്നത്. ഇതെല്ലാം നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ആ വസ്തുത ബഹുമാനായ പ്രതിപക്ഷ നേതാവ് മറച്ചു വെക്കുന്നത് ശരിയാണ്. ക്ഷേമനിധി തകരുകയല്ല. ഇവിടെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെപ്പറ്റി ചില പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. അവർക്ക് അവരുടേതായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. സർക്കാർ അതിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ ഉള്ള കുടിശ്ശികകൾ കൊടുത്തു തീർക്കാൻ പറ്റുന്ന തരത്തിൽ അവരെ സാമ്പത്തികമായി സജ്ജമാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗം നടന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി ഒരു ഭാഗം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും ഉടനെ തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ് കാണേണ്ടത്. സർ, ആരോഗ്യരംഗത്തെപ്പറ്റി വലിയ വിശദമായ ചർച്ച നടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. മാതൃകാപരമായ അവസ്ഥയിൽ നമ്മുടെ ആരോഗ്യരംഗം എത്തിയില്ലേ? എത്ര അഭിമാനകരമായ നിലയിലാണ് ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യരംഗമുള്ളത്. സർ, ഇവിടെ നമ്മുടെ ഈ കാലയളവിൽ ഇപ്പോഴല്ലെങ്കിലും കുറച്ച് മുൻപായിട്ട് നമുക്ക് കോവിഡ് നേരിടേണ്ടി വന്നല്ലോ. കോവിഡ് നേരിടേണ്ടി വന്നപ്പോൾ കോവിഡിൻ്റെ മൂർധന്യദശയിൽ പോലും ലോകത്താകെയുള്ള അവസ്ഥ നോക്കിയാൽ നാം ഒരുക്കിയ സൗകര്യങ്ങളെ, ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങളെ കോവിഡിന്
കവച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണാൻ കഴിയുമല്ലോ. അതല്ലേ വസ്തുത. ആ മൂർധന്യ ദശയിലും നമ്മുടെ കേരളത്തിൽ ആശുപത്രികളിൽ ബെഡ് ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ഇതായിരുന്നോ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ സ്ഥിതി? ഇതായിരുന്നോ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ സ്ഥിതി? അപ്പോൾ എങ്ങനെയാണ് ആ മാറ്റം വന്നത്? ആരോഗ്യരംഗം തകർന്നടിഞ്ഞ് കിടക്കുകയായിരുന്നല്ലോ. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇല്ല ഇല്ല എന്ന പല്ലവിയാണല്ലോ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഡോക്ടർമാരില്ല, മരുന്നില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നല്ലോ. സ്റ്റാഫില്ല. ആ അവസ്ഥയിൽ മാറ്റം വന്നില്ലേ? അതിൻ്റെ ഭാഗമായല്ലേ ഞങ്ങൾ ആർദ്രം മിഷൻ നടപ്പാക്കിയത്. സർ, ആർദ്രം മിഷൻ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായത് മാത്രമല്ലല്ലോ, താലൂക്ക് ആശുപത്രികൾ മുതൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ വിവിധ തരത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളല്ലേ ഈ ആശുപത്രികളെല്ലാം ഒരുങ്ങിയത്. വലിയ മാറ്റം ആരോഗ്യരംഗത്തുണ്ടായി. ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ചികിത്സ ലഭിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആശുപത്രിയിൽ ഒരുക്കാൻ കഴിഞ്ഞു. അപ്പോഴാണ് മഹാമാരി വന്നത്. ആ മഹാമാരിയെ നമുക്ക് നല്ല രീതിയിൽ നേരിടാനും കഴിഞ്ഞു. സർ, ഇതൊരു ഭാഗം. ഇപ്പോൾ പിന്നെയും നമ്മൾ മുന്നോട്ട് പോവുകയാണല്ലോ. ആ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായല്ലേ നമുക്കെല്ലാം സാധാരണഗതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ നേട്ടം. നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ നവജാത ശിശുക്കളുടെ മരണത്തിൽ അത് വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ലോകം തന്നെ ശ്രദ്ധിക്കുമാറുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർന്നില്ലേ? അത് 5 എന്ന അക്കത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ. 5 എന്ന അക്കത്തിലെത്തുമ്പോൾ സമ്പൽ സമൃദ്ധമാണെന്ന് കൊട്ടിഘോഷിക്കുന്ന അമേരിക്ക അവിടെ 5.6 അപ്പോൾ അമേരിക്കയെപ്പോലും അതിൽ കവച്ചു വെക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമല്ലേ? നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നല്ലേ? സർ, രാജ്യത്തിൻ്റെ ശരാശരി 25 എന്ന് നമ്മൾ ഓർക്കണം. ഇതേ രീതിയല്ലേ മാതൃമരണത്തിലും കാണാൻ കഴിയുക? എല്ലാ കാര്യത്തിലും ഇത്തരത്തിലുള്ള നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞത് ആരോഗ്യരംഗത്തിൻ്റെ വലിയ തോതിലുള്ള വളർച്ചയുടെ ഭാഗമായല്ലേ? സർ, അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ സർക്കാർ ശ്രദ്ധിക്കാതെ വല്ലാതെ അവതാളത്തിലാക്കി കഴിഞ്ഞുവെന്നാണ്. ഇവിടെ ഒരു മുന്നൊരുക്കവുമില്ലാതെയാണ് 4 വർഷ കോഴ്സ് ആരംഭിച്ചത്. ഇവിടെ കോഴ്സുകളിൽ മാറ്റമില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ സംസ്ഥാനമാകെ തകർന്നു പോകുന്ന അവസ്ഥയാകും. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ നമ്മുടെ കേരളത്തിന് വലിയ തകർച്ചയുണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അതിപ്പോഴല്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ആ കാലത്ത് നമ്മൾ വല്ലാതെ പിറകിൽ പോയിരുന്നല്ലോ. 2016 നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയാണ് ഏറ്റവും അധികം കേരളത്തെ വേദനിപ്പിച്ചിരുന്നൊരു കാര്യം. സ്വാഭാവികമായും അതിലാണ് കൂടുതൽ ശ്രദ്ധ അന്നുണ്ടായത് എന്നത് ശരിയാണ്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുമായി നടത്തിയ ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ്. ആ ചർച്ചയിൽ നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സിറ്റികൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേടാൻ കഴിഞ്ഞ നേട്ടം നമ്മുടെ രാജ്യത്തെ ഒരു
സ്ഥാപനങ്ങളെ പട്ടികപ്പെടുത്തിയാൽ അതിൽ എവിടെയാണ് നമ്മളുള്ളത് എന്ന നില പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ പുറകിലായിരുന്നു, വല്ലാത്ത പുറകിലായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് ഈ ദുരവസ്ഥ പരിഹരിക്കാനാവണ്ടേ, ഏതെങ്കിലും തരത്തിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ആത്മാർത്ഥമായ ഇടപെടൽ അന്നത്തെ വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി, യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്നുണ്ടായി. സർ, അതിൻ്റെ ഫലമായി എത്രമാത്രം പുരോഗതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുണ്ടായത്. 2021 ഞങ്ങൾ ഈ ഗവൺമെൻറ്റിന് തുടക്കം കുറിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒരു രംഗമാക്കി മാറ്റിയത്. അന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി, ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കും, കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. സർ, അതിനൊതുങ്ങുന്ന നടപടികളെടുത്തു. ആ നടപടികൾ വെറുതെ പറഞ്ഞു നിർത്തുകയല്ല ചെയ്ത്, ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി, യൂണിവേഴ്സിറ്റികൾക്ക് നൽകി. അതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകി. വലിയ മാറ്റങ്ങൾ വന്നു. ആ മാറ്റത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതെന്താണ്? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്കിങ് വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ യൂണിവേഴ്സിറ്റികളിൽ കേരള യൂണിവേഴ്സിറ്റിയും ഗാന്ധിജി യൂണിവേഴ്സിറ്റിയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും ആദ്യത്തെ 12 സ്ഥാനം പിടിച്ചു. 9ാം സ്ഥാനം കേരളക്ക്, 10ാം സ്ഥാനം കൊച്ചിക്ക്, 11ാം സ്ഥാനം ഗാന്ധിക്ക്, 43ാം സ്ഥാനം കാലിക്കറ്റിന്. സർ, ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ അത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 16 കോളേജുകൾ വലിയ തോതിൽ ഉയർന്നു വന്നു, വലിയ നിലയിൽ സ്ഥാനം നേടുന്ന നിലയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം വെറുതെ ഉണ്ടായതല്ലല്ലോ. ആ മാറ്റം എന്തിനാണ് ഇല്ല എന്ന് അദ്ദേഹം പറയാൻ തയ്യാറായതെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇനിയും നമുക്ക് മുന്നേറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ആവശ്യമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ വലിയ തോതിലല്ലേ പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്നത്. ഈ കഴിഞ്ഞ കോളേജ് അഡ്മിഷൻ്റെ ടൈമിൽ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ, വൻതോതിൽ കുട്ടികൾ ഇവിടെ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്നുവെന്ന്. നമ്മുടെ കലാലയങ്ങളുടെ സ്ഥിതി മാറിയല്ലോ, വലിയ തോതിൽ മെച്ചപ്പെട്ട അവസ്ഥയല്ലേ കാണാൻ നമുക്ക് കഴിയുക. കോഴ്സുകൾ ആവശ്യമായ മാറ്റങ്ങൾ വന്നല്ലോ. 4 വർഷ കോഴ്സ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതമായൊരു കമ്മീഷൻ അവർ പഠനം നടത്തി അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിനു ശേഷമാണ് 4 വർഷ കോഴ്സ് ആരംഭിച്ചത്. പെട്ടെന്നൊരു ദിവസം 4 വർഷ കോഴ്സ് ആരംഭിച്ചതല്ല. ശ്യാം മേനോനെ പോലുള്ള പ്രഗത്ഭമതികളായ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയായിരുന്നു അത്. വളരെ ഫലപ്രദമായി ആ കോഴ്സുകൾ നടന്നു പോകുന്നുവെന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ വലിയ തരത്തിൽ തന്നെ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ഒരു തരത്തിലുള്ള പ്ലാൻ കട്ടിൻ്റെ പ്രശ്നവും വരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ തന്നെ ഈ പ്ലാൻ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ ഈ വർഷം പ്ലാൻ കട്ടേയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയല്ല സ്ഥിതി. അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് മുഴുവൻ, ഇപ്രാവശ്യത്തെ പ്ലാൻ മുഴുവൻ തന്നെ നടപ്പാക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും നമ്മൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുക. സർ, ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ സമാധാനപരമായ ജീവിതം, പൊതുവെ നടമാടുന്ന ശാന്തി, ഇതൊക്കെ തള്ളിപ്പറയാൻ സാധിക്കുക? സർ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവ് തന്നെ. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനോടുള്ളൊരു പ്രതിപക്ഷമാണല്ലോ.
ഈ നാടിനോടും ജനങ്ങളോടും പ്രതിപക്ഷമായിരിക്കണോ? നാടിൻ്റെ നേട്ടങ്ങളെ പുറംതിരിഞ്ഞു നിൽക്കണോ? നമ്മുടെ നാട് പോലെ സ്വച്ഛന്തമായി ജീവിക്കാൻ പറ്റുന്ന, സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന, ശാന്തതയോടെ ജീവിക്കാൻ കഴിയുന്ന മറ്റേതൊരു പ്രദേശം ഈ രാജ്യത്തുണ്ട്? ഇതല്ലേ നമ്മൾ കാണേണ്ടത്? നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയല്ലേ അത്? ഇവിടെ എടുത്തു പറയത്തക്ക വർഗീയ സംഘർഷങ്ങളേ ഇല്ലല്ലോ. നല്ല സമാധാനം നിലനിൽക്കുകയല്ലേ. ഈ കേരളത്തിൽ വർഗീയ സംഘടനകളില്ലാത്തതുകൊണ്ടാണോ? വർഗീയ സംഘടനകൾ ചില വർഗീയ സംഘടനകൾ കേരളത്തിലാണ് അവരുടെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ രൂപമെന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള സംഘടനകൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സർ, അവർ നമ്മുടെ കേരളത്തിൽ ഒരു കാലത്തും ഒരു തരത്തിലുള്ള വർഗീയ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാക്കാത്തവരായിരുന്നോ? ഞാൻ ആ കണക്കിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. എടുത്തു പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ, ഏതെല്ലാം മട്ടിലുള്ളത്, എത്ര ഭീകരമായത്. സർ, ഇവിടെ എത്ര മനുഷ്യജീവനുകൾ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര പേരെ കൊല ചെയ്തിട്ടുണ്ട്, എത്ര പേർക്ക് മാരകമായി പരിക്കേറ്റിട്ടുണ്ട്, എത്ര വീടുകൾ കൊള്ളയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ഭീകരമായിരുന്നു സംഭവങ്ങൾ. അതെല്ലാം നടന്ന ഒരു നാടല്ലേ ഇത്? നമുക്ക് അറിയാത്തതല്ലാലോ അതൊന്നും. എന്നാൽ 2016 മുതൽ ഇപ്പോൾ 26 എത്തി നിൽക്കുകയാണല്ലോ നമ്മൾ. ഈ 10 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളുണ്ടോ? വർഗീയ കലാപങ്ങളുണ്ടോ? എന്താ, ഇവരൊന്നും നാട്ടിലില്ലാത്തതുകൊണ്ടാണോ? ഇവരെല്ലാം നാട്ടിൽ പഴയതുപോലെ തന്നെയുണ്ടല്ലോ. പക്ഷേ അവരെ ചാരി ആരും നിൽക്കുന്നില്ല. അതാണ് പ്രത്യേകത. അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംരക്ഷണമില്ല. ഏത് വിഭാഗമായാലും വർഗീയ സംഘർഷത്തിൻ്റെ ഭാഗമായി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ അതിനെ കർക്കശമായി നേരിടുന്ന സമീപനമാണ് കേരളത്തിൽ തുറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘർഷങ്ങളില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് വർഗീയ ശക്തികൾക്ക് തലപൊക്കാൻ കഴിയാത്തത്. തലപൊക്കാൻ അവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഇടപെടാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ആ മാറ്റം എന്താണ് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വിഷമം? നമ്മുടെ നാടിനെക്കുറിച്ച് കാണേണ്ട ഒരു കാര്യമല്ലേ അത്? നമ്മുടെ നാടിൻ്റെ നല്ല വശമല്ലേ അത്? ഇന്ന് ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടർ വ്യവസായ മന്ത്രിയോടൊപ്പം എന്നെ കാണാൻ വന്നിരുന്നു. ഒരു 1 ലക്ഷം കോടിയിലധികം വ്യവസായ മന്ത്രി ഇപ്പോൾ 3.7 ലക്ഷം കോടി നിക്ഷേപത്തിൻ്റെ ഒരു പദ്ധതിയാണ് വന്നത്. അപ്പം ഞാനത് അവരോട്, എന്താ നിങ്ങൾ കേരളത്തിലേക്ക് വരാൻ? അല്ല, കേരളമാണ് ഈ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളെ ഏതെങ്കിലും ബാച്ച് മെമ്പർ അല്ല കേട്ടോ, ആ തെറ്റിദ്ധാരണ വേണ്ട. ഒരു വലിയ പ്രധാന വ്യവസായിയാണ് അദ്ദേഹം. പറയാണ്, ഇതുപോലെ സ്വച്ഛമായൊരു സ്ഥലമില്ല, ഇവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ പ്രശ്നങ്ങളുമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ നാടിനെ പറ്റിയുള്ള ധാരണ. എന്തിനാണ് ആ ധാരണ തിരുത്താൻ നോക്കുന്നത്? നമ്മുടെ നാടിൻ്റെ ഈ നല്ല വശം കണ്ടുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പൊതുവായ അഭിവൃദ്ധിക്ക് ഉതകുന്ന നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള ഇടപെടലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നാടിനെ ഒരു വാക്കിലോ നോക്കിലോ ഇകഴ്ത്തി കാണിക്കുന്നത് എന്തിന്? ഗവൺമെൻറ്റിനെ കുറ്റം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷത്തെ തകർക്കാൻ പാടുണ്ടോ? നാടെന്തോ ഒരു കൊള്ളാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു എന്നൊരു ചിത്രം അവതരിപ്പിക്കാൻ പാടുണ്ടോ? ഇവിടെ അദ്ദേഹം പറഞ്ഞു മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിൻ്റെ കാര്യം. സർ, മയക്കുമരുന്നിനെതിരെയുള്ള ക്യാമ്പയിൻ ഏറ്റവും ഫലപ്രദമായി നമ്മളല്ലേ എടുത്തത്? നടപടികളും സ്വീകരിച്ചല്ലോ. അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിനെതിരെ പറയാനുള്ള ആളുകൾ പറഞ്ഞതെന്താണെന്നറിയോ? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നെന്നാണ്. അതൊരു വസ്തുതയായിരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളാണ് മയക്കുമരുന്നിനെതിരെ
അതിശക്തമായ ക്യാമ്പയിൻ നടത്തിയത്. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ഇളം തലമുറയെ, കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ ഈ മയക്കുമരുന്ന് മാഫിയ പിടികൂടാൻ പാടില്ല. അവരുടെ സ്വാധീനം അവരിലേക്ക് എത്താൻ പാടില്ല. പലതരത്തിൽ അവരെ കീഴ്പ്പെടുത്തി കളയുന്നുണ്ട്. അതിനെ തടയണം. അപ്പോൾ കുട്ടികളെ ബോധവൽക്കരിക്കണം. നാടാകെ കുട്ടികളും രക്ഷിതാക്കളും കുടുംബങ്ങളും എല്ലാം പങ്കാളികളാകുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പ്രക്രിയയിലേക്കാണ് നമ്മൾ കടന്നത്. വെറും ബോധവൽക്കരണമല്ല, അതോടൊപ്പം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ, പോലീസായാലും എക്സൈസ് ആയാലും എല്ലാം ശക്തമായ നടപടികളിലേക്ക് കടന്നു. സർ, അദ്ദേഹം പറഞ്ഞ സോഴ്സിലേക്ക് എത്താനല്ലേ പോലീസ് ശ്രമിച്ചത്. സോഴ്സിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നങ്ങൾ അത് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കും അല്ല അല്പാൽപ്പം അറിയാലോ. ഞാനതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എവിടെയൊക്കെയാണ് അവരുള്ളത്, അവിടെ എത്തുമ്പോഴുള്ള അവസ്ഥ എന്താണ്, അവിടെയുള്ള ഗവൺമെൻറ്റുകൾ അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആ വിവാദങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ പോയിട്ടുണ്ട്, സംസ്ഥാനത്തിന് പുറത്ത് പോയിട്ടുണ്ട്, അത് അവരെ പിടികൂടിയിട്ടുണ്ട്, പിടികൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പല ഗവൺമെൻറ്റുകളുടെയും മേലെയാണല്ലോ മയക്കുമരുന്ന് മാഫിയ. അത്രമാത്രം സ്വാധീനമുള്ളവരാണല്ലോ അവർ. ആ മയക്കുമരുന്ന് മാഫിയ ഇൻ്റർനാഷണൽ മാഫിയാണല്ലോ. ആ മാഫിയക്കെതിരെയുള്ള നീക്കങ്ങൾ നമ്മൾ കൂട്ടായി നടത്തുകയാണല്ലോ വേണ്ടത്. അത് സർക്കാർ പ്രതിപക്ഷം എന്നുള്ളതൊരു പ്രശ്നമല്ലല്ലോ. പൊതുവെ നാടിൻ്റെ ഒരു പ്രശ്നമല്ലേ, നമ്മുടെ ഭാവി തലമുറയുടെ പ്രശ്നമല്ലേ, ഭാവി തലമുറയെ നിർജ്ജീവമാക്കാൻ നോക്കുന്ന പ്രശ്നമല്ലേ. ആ കാര്യത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗൗരവമായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രതിപക്ഷ നേതാവിന് വിഷമം വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സർ, ഇവിടെ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. സർക്കാർ ജീവനക്കാർക്ക് DA അവകാശമല്ല എന്നൊരു നിലപാടൊന്നും സംസ്ഥാന സർക്കാരിനില്ല. അത് DA സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഉള്ളത് തന്നെയാണ്. പക്ഷേ അതൊരു സ്റ്റാറ്റ്യൂട്ടറി അവകാശമാക്കി വന്നാൽ എന്താകും സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാത്രമേ പ്രശ്നമുള്ളൂ. മറ്റ് സാധാരണഗതിയിൽ DA സർക്കാർ നൽകാറുണ്ട്. അത് നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്, നൽകുമെന്ന സമീപനം തന്നെയാണ്. അതൊക്കെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. ഇതിൽ ഏതായാലും ഞാനിതിൻ്റെ മറ്റ് കൂടുതൽ വശങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് സർക്കാരിൻ്റെ പൊതു നിലപാട് ഇതാണ് എന്ന് കാണണം. അത് DA നിഷേധിക്കുന്നതല്ല, DA കൊടുക്കുന്നതാണ്. അത് ചില ദിവസം മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അതേതായാലും അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെ അദ്ദേഹം പറയുമ്പോൾ നമ്മുടെ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ രീതി ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അത് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിമർശനത്തിൻ്റെ ഭാഗമായി പറയുകയാണ് എന്ന് വിചാരിക്കുക. സർ, നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ, ആ നടപടികളിൽ ഒരു യഥാർത്ഥ ആത്മപരിശോധന UDF നടത്തണ്ടേ? എത്ര കണ്ട് ഈ നാടിൻ്റെ പൊതു ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്? നമ്മളെല്ലാവരും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണല്ലോ. LDFൻ്റെ പിന്നിൽ അണിനിരന്ന ജനങ്ങളുണ്ട്, UDFൻ്റെ പിന്നിൽ അണിനിരന്ന ജനങ്ങളുണ്ട്. ഈ ജനങ്ങളുടെ എല്ലാവരുടെയും താല്പര്യമാണല്ലോ നമ്മുടെയും താല്പര്യമായിട്ട് വരേണ്ടത്. നമ്മുടെ നാടിനെതിരായിട്ടുള്ള നീക്കം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ, സമരത്തിൽ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് പങ്കാളിയായത്? എന്താണ് അങ്ങനെ പങ്കാളിത്തം വഹിക്കാനൊരു പ്രയാസം? ഇവിടെ ചില കാര്യങ്ങൾ നേരത്തെ രാവിലെയും സംസാരിക്കുമ്പോൾ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന നിലയുണ്ടായി. നമ്മുടെ കേരളം രാജ്യം ശ്രദ്ധിച്ച രീതിയിലുള്ള ചില പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നതാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ. അതിൽ സഹകരിക്കാൻ നിങ്ങൾ തയ്യാറായോ? തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ ഘട്ടത്തിൽ പ്രതിപക്ഷ ദേശീയ നേതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കൾ വരാൻ പാടില്ല എന്ന നിലപാട് നിങ്ങൾ എടുത്തില്ലേ?
എന്തിനാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് കേരളത്തോടൊരു പ്രതിപത്തി വരാൻ കാരണം? കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കലല്ലേ പ്രശ്നം? അതിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? സാർ, അതെല്ലാം പഴയ കാര്യം പോട്ടെ. ഇപ്പോഴത്തെ നിങ്ങൾ തന്നെ പങ്കാളിത്തം വഹിച്ച, നിങ്ങൾ കൂടി ആലോചനയിൽ എടുത്ത പൊതു തീരുമാനത്തിൽ നിന്ന് അതിൽ നിന്ന് പുറകോട്ട് പോകാനിടയായല്ലോ ഇപ്പോൾ. സർ, ഈ അടുത്ത മാസം 12-ാം തീയതി രാജ്യവ്യാപകമായി പണിമുടക്ക് നമ്മുടെ രാജ്യത്തിലെ ട്രേഡ് യൂണിയനുകൾ നടത്തുന്നു, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞല്ലോ ലേബർ കോഡിന്റെ കാര്യം. കേന്ദ്ര ട്രേഡ് യൂണിയനുകളാകെ ഒരേ അഭിപ്രായത്തിലാണ്. അവര് അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ തയ്യാറാകും. സർ, ഈ വരുന്ന 12-ാം തീയതി CIT-യും INTUC-യും AITUC-യും എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും പങ്കെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭമാണ്, രാജ്യവ്യാപകമാണ്. സർ, കേരളത്തിൽ എന്താണ് നിങ്ങൾ സ്വീകരിച്ച സമീപനം? നിങ്ങളുടെ ട്രേഡ് യൂണിയനുകളോട്, അതായത് കോൺഗ്രസ്സാണ് നിലപാട് ആദ്യം എടുക്കുന്നത്, INTUC-യോട് കേരളത്തിൽ യോജിച്ച സമരം പാടില്ല. നിങ്ങളങ്ങനെയൊരു നിലപാടെടുത്തപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ST-യും അവർക്കും കിട്ടി വിലക്ക്. എന്താണ് നിങ്ങൾക്കുള്ള വിഷമം? രാജ്യവ്യാപകമായി നടക്കുന്നൊരു പ്രക്ഷോഭം, ആ പ്രക്ഷോഭം BJP ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭമാണ്. രാജ്യത്തിലെ തൊഴിലാളി വർഗം നടത്തുന്ന ഏറ്റവും ശക്തമായ പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൽ കേരളത്തിൽ നിങ്ങളെ ശക്തി പൊതുശക്തിയോടൊപ്പം അണിനിരക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം? അതിൽ BJP അല്പം സൂചിപ്പിക്കലില്ലേ? BJP-യോട് ഒരു മൃദു സമീപനം നിങ്ങൾക്കില്ലേ? പല ഘട്ടങ്ങളിൽ നിങ്ങളത് കാണിച്ചതല്ലേ? അതിന്റെ ഭാഗമായില്ലേ ഇങ്ങനെയൊരു നിലപാട് വന്നു? ആ പൊതുയോജിച്ച സമരം രാജ്യത്താകെ നടക്കുമ്പോൾ കേരളത്തിലും ആ യോജിച്ച സമരം നടക്കണമെന്നല്ലേ ചിന്തിക്കേണ്ടത്? ആ രാഷ്ട്രീയമില്ലാത്തവരല്ലാലോ നിങ്ങൾ. പക്ഷെ ആ രാഷ്ട്രീയത്തിനപ്പുറം നിങ്ങളുടെ സങ്കുചിതമായ ചില താല്പര്യങ്ങൾ, അത് മേധാവിത്വം പുലർത്തി. അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകടന നയത്തോടെ തങ്ങൾക്ക് ചില സഹായങ്ങൾ കിട്ടുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെയൊരു ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിച്ചത്? എത്ര അപമാനകരമായ നിലപാടാണ്! അപ്പോ ഞങ്ങള് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ നിലപാട് മാത്രമേ സ്വീകരിച്ചു പോകാറുള്ളൂ. ഞങ്ങൾക്ക് BJP എതിർക്കുന്നതിനോ RSS-നെ എതിർക്കുന്നതിനോ സംഘപരിവാറിനെ എതിർക്കുന്നതിനോ ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് എതിർക്കുന്നതിനോ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയെയോ SDP-യെയോ എതിർക്കുന്നതിനോ ഒന്നും ഒരു പ്രയാസവും ഇല്ല. ഞങ്ങൾ ഈ വർഗീയത എതിർക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അത് ഒരു മതവിഭാഗത്തിനെതിരായ എതിർപ്പായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. സർ, എൻ്റെ ചെറുപ്രായത്തിലുള്ള ഒരനുഭവം തലശ്ശേരി വർഗീയ കലാപത്തിൻ്റെതാണ്. ആ കലാപത്തിൽ പലതും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ പണം നഷ്ടപ്പെട്ടവരുണ്ട്, സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കിരയായവരുണ്ട്. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു. CPIM-ന്റെ UK കുഞ്ഞിരാമൻ എന്ന ഒരു സഖാവ്
ചിരിക്കുന്നുണ്ടാരോ? ആ ചിരി ആരുടെ ചിരിയാ സർ? ഇവിടെ സർ, ഇവിടെ എങ്ങനെയാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതെന്നറിയോ? മെരുവമ്പായി പള്ളി. മെരുവമ്പായി പള്ളി എന്നത് മുസ്ലിം പള്ളികളിൽ കുറച്ച് പ്രാധാന്യമുള്ള പള്ളിയാണ്. അന്ന് ആത്മാഹൂതി ചെയ്തു പോലും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുക എന്ന ആഹ്വാനം പാർട്ടി നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടി വളണ്ടിയർമാർ ഇത്തരം ആരാധനാലയങ്ങൾക്ക് മുന്നിൽ കാവൽ നിന്നിരുന്നു. മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ RSS നേതൃത്വത്തിലുള്ള സംഘപരിവാറുകാർ എത്തി. അപ്പോൾ ഇവർ തടഞ്ഞു. വാക്കേറ്റായി. വാക്കേറ്റത്തിൽ ഇവരെ തള്ളിമാറ്റി അങ്ങോട്ട് പോയി ആക്രമിക്കാനുള്ള ശേഷി അവർക്കില്ല. തൽക്കാലം പിരിയേണ്ടി വന്നു, പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. ഇവർ പറഞ്ഞു, ഞങ്ങളുടെ ശരീരത്തിലൂടെ മാത്രമേ ഇങ്ങോട്ട് കടക്കാൻ പറ്റൂ. രാത്രി മുഴുവൻ ഈ വളണ്ടിയർമാരവിടെ കാവൽ കിടക്കുകയാണ്. രാവിലെ UK കുഞ്ഞിരാമൻ്റെ വീട് മെരുവമ്പായി പള്ളിയിൽക്കപ്പുറത്ത് നിർവേലി എന്ന സ്ഥലത്താണ്. ആ നിർവേലി ഭാഗത്തൂടെ പോകണം വീട്ടിലേക്ക്. ആ പോകുന്ന വഴിക്ക് ഈ സംഘം കാത്തു നിന്നു. ഈ ആക്രമിക്കാൻ വന്ന സംഘം അവിടെ വെച്ച് ആക്രമിച്ചു. അതിലാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സർ, അതാണ് ഞങ്ങളുടെ അനുഭവം. ഇവിടെ ഏതെങ്കിലും വർഗീയത എതിർക്കുന്നതുകൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരായി പോകുമെന്ന ചിന്ത ഞങ്ങൾക്കില്ല. ഒരു മതവിഭാഗവും അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. ഇവിടെ RSSനെ അതിശക്തമായി എതിർക്കുന്ന ഘട്ടത്തിൽ ഹിന്ദുക്കളാകെ ഞങ്ങൾക്കെതിരായി തിരിഞ്ഞിട്ടില്ല. ഇവിടെ ന്യൂനപക്ഷ വർഗീയത എന്ന നിലക്ക് ഇപ്പോൾ പ്രസക്തമായി നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും മറ്റും ഞങ്ങൾ എതിർക്കാൻ തയ്യാറായിട്ടുണ്ട്. അതേതെങ്കിലും തരത്തിൽ മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ഒരു എതിർപ്പായി കേരളത്തിലെ മുസ്ലിം വിഭാഗം കണക്കാക്കുന്ന ധാരണയും ഞങ്ങൾക്കില്ല. പക്ഷെ അത്തരമൊരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ലീഗ് സുഹൃത്തുക്കളടക്കം ശ്രമിച്ചിട്ടില്ലേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അത് വലിയ തോതിൽ പരിശോധിക്കുന്നത് നന്നാവും. എന്താണ് നമ്മുടെ നാട്ടിലെ പ്രചരണത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നത്. സർ, വസ്തുതകൾ പറഞ്ഞുകൊണ്ടല്ലേ ആക്രമണം നടത്തേണ്ടത്? ഏതിലും നേരും നെറിയും വേണ്ടി അല്ലാത്തൊരു നിലപാടെടുക്കാൻ പാടുള്ളൂ. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ ഫോണുകളിലൊക്കെ വരുന്ന ചില മെസ്സേജുകളുടെ ഭാഗമായിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ എന്നെ കാണിച്ച്, എൻ്റെ ഫോണിൽ വന്നതല്ല, വേറൊരാൾ കാണിച്ചതാണ്. അത് മഞ്ചേരിയിലെ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നൊരു സ്ത്രീയുടെ കാര്യമാണ്. അപ്പോൾ ആ സ്ത്രീ അവിടെ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ്സുകാരൊക്കെ ഒരു ശീലമുണ്ട് പോലും, ചില ബസ്സുകാർ, ചിലരായിരിക്കും. ആ ബസ് വന്ന് നിന്നപ്പോൾ കോഴിക്കോടേക്കുള്ളവർ ആദ്യം കയറ്റു. അപ്പോൾ സീറ്റൊക്കെ ഫുള്ളായിപ്പോയി. ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് വേഗം കയറി ഇരിക്കണമല്ലോ. അപ്പോൾ വേറൊരു സ്ത്രീ അവർ അതിലിടപെട്ടു. എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, കയറ്റേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളായി. ബഹളത്തിനടക്ക് കണ്ടക്ടർ സമ്മതിച്ചു, കയറ്റിയിരുത്തി. ഈ സ്ത്രീയും കയറി. രണ്ടാളും ഒരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഓപ്പറേഷൻ്റെ വിവരമൊക്കെ ചോദിച്ചു. അത് പറഞ്ഞു. ആശുപത്രി എങ്ങനെ, അതിൻ്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഭക്ഷണം ചില ദിവസം ഇറച്ചിയൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ പറയുകയാണ്. അതെങ്ങനെയാണ്, അത് മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിൽ, എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു.
പെൻഷനുണ്ടോ നിങ്ങൾക്ക്? എത്രയാണ് ഇപ്പോൾ 2000 രൂപ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ 1600 അത് ഇപ്പം എങ്ങനെയാണ് വർദ്ധിച്ചത്? അത് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. നമ്മളെ സൂചിപ്പിച്ചിട്ട് നമ്മളിവിടുന്ന് പറഞ്ഞേക്കാൻ മുഖ്യമന്ത്രി ചെയ്ത കാര്യമല്ലേ. ഒരു പാവപ്പെട്ട സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറയുന്ന ആ കാര്യമാണ് ഇവർ മെസ്സേജായിട്ട് ഇട്ടത്. പറയുന്നത് മുഖ്യമന്ത്രി ഞങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി, ആ സ്ത്രീയുടെ ഭാഷയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറയുന്നതല്ല. 1600 രൂപ 2000 രൂപയാക്കി. എന്നാൽ അതെല്ലാം ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയാണ്, കേരളത്തിൽ നിന്ന് പറഞ്ഞേക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ മറ്റു കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി. അത് ചിലർ പോയി ആ വീട്ടിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കുണ്ടായ ധാരണയാണ്. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ പ്രചരണ രീതികളാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. ഈ രീതി സ്വീകരിക്കുന്നതുകൊണ്ട് മുസ്ലിം വിഭാഗമാകെ ഞങ്ങൾക്കെതിരായി പോകുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ നിലനിൽപ്പിന് വേണ്ടി എന്തും ആയുധമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അത് സ്വയം ഹത്യാപരമായിട്ടാണ് വരിക എന്നത് കാണുന്നത് നല്ലതാണ്. സർ, ഇവിടെ ഈ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ രാവിലെ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, PMCയെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറയാം. PMCയെ അദ്ദേഹം പറഞ്ഞത് എന്തോ കേരളം വലിയ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. സർ, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഏത് കോൺഗ്രസ് സർക്കാരാണ് PMCയിൽ ഒപ്പിടാതെയുള്ളത്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ PMC പദ്ധതി ആരംഭിക്കുന്നത് 2022 സെപ്റ്റംബറിലാണ്. രാജസ്ഥാൻ, UP, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, ഹരിയാന, ജമ്മു കാശ്മീർ, അരുണാചൽ, ആസാം, മേഘാലയ, ഇത്രയും സംസ്ഥാനങ്ങളാണ് PMC പദ്ധതി തുടങ്ങിയ ഘട്ടത്തിൽ ഒപ്പിട്ട സംസ്ഥാനങ്ങൾ. രാജസ്ഥാൻ PMC പദ്ധതിയിൽ ഒപ്പിട്ടത് 2022 ഒക്ടോബർ 27. അന്ന് കോൺഗ്രസ്സാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഛത്തീസ്ഗഡ് PMC പദ്ധതിയിൽ ഒപ്പിട്ടത് 2023 ജനുവരി 10. അന്ന് സംസ്ഥാനം ഭരിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. 2022 ഡിസംബറിലാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. ഹിമാചൽ പ്രദേശിൽ PMC പദ്ധതിയിൽ ഒപ്പിട്ടത് 2023. അന്നും ഇന്നും കോൺഗ്രസ് തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. കർണാടക PMC പദ്ധതിയിൽ ഒപ്പിട്ടത് 2022 ഒക്ടോബർ 27. അന്ന് ഭരണത്തിൽ BJP ആണ്. പക്ഷേ 2023 മെയ് മുതൽ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ PMC പദ്ധതി കർണാടകയിൽ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് കോൺഗ്രസ് ഭരണത്തിലാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ PMC പദ്ധതി പുതുക്കിയതും കോൺഗ്രസ് സർക്കാർ തന്നെ. അപ്പോൾ നേരത്തെ പഞ്ചാബ് സർക്കാർ ചെയ്തൊരു അനുഭവമുണ്ട്. അവരൊരു ഘട്ടത്തിൽ പിൻവാങ്ങിയിരുന്നു. അതുപോലെ വേണമെങ്കിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് PMC പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാമായിരുന്നു. പഞ്ചാബ് 2022 ഒക്ടോബറിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിച്ചു. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. 2023 ജൂലൈയിൽ അവർ ഔദ്യോഗികമായി പദ്ധതിയിൽ നിന്ന് പിന്മാറി. അപ്പോൾ അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പഞ്ചാബിനുള്ള സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയിലേക്കുള്ള ഫണ്ടുകൾ തടഞ്ഞു വെച്ചു. അപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ടു.
അങ്ങനെ വന്നപ്പോൾ 2024 ജൂലൈയിൽ വീണ്ടും PMCയിൽ അവർ ചേർന്നു. പക്ഷേ കർണാടകയിൽ കോൺഗ്രസ്സിനെ അത് തുടരുകയാണ്. പിന്നെ തെലുങ്കാന PMC ആരംഭിച്ച സമയത്ത് BRS ആണ് അവിടെ. അവർ ഒപ്പിട്ടില്ല. 2022 അവസാന മാസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ചന്ദ്രശേഖർ റാവു ഹൈദരാബാദിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഒന്നിലേറെ തവണ വിമാനത്താവളത്തിൽ സ്വീകരിക്കാതെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന നിലയൊക്കെ ഉണ്ടായി. അപ്പോൾ BRS ഭരണത്തിൽ PMC പദ്ധതിയിൽ ഒപ്പുവെച്ചില്ല. 2023 ഡിസംബർ മാസം 7 തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അതിനുശേഷമാണ് PMC പദ്ധതിക്ക് വേണ്ടി തെലങ്കാന ശ്രമിക്കുന്നത്. അങ്ങനെ ഒപ്പിടുന്നത് 2023 ഡിസംബറിൽ. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിലാണ് തെലങ്കാനയിൽ ഒപ്പിട്ടത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക്. അപ്പോൾ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, ഇതിൻ്റെ ചുരുക്കപ്പേരാണ് PM ശ്രീ. അപ്പോൾ അത് സംസ്ഥാന തലത്തിൽ ഏകോപിപ്പിക്കാൻ തെലങ്കാന ചെയ്തത് തെലങ്കാന റൈസിംഗ് എന്ന പരിപാടി തന്നെ അവിടെ ആരംഭിക്കുന്ന നിലയുണ്ട്. സർ, ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്ന കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾക്കാകാം എന്നതാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ വിശദമാക്കാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനായ രമേശ് ചെന്നിത്തല എന്തിനാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഭീഷ്മരെ അവമാനിക്കാൻ പുറപ്പെട്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഭീഷ്മർ എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ശക്തനായ കഥാപാത്രമല്ലേ? എന്തിനാണ് അദ്ദേഹത്തെ അങ്ങനെ എന്തോ ഒരു നിസ്സഹായാവസ്ഥയിൽ കടന്നുപോയതാണ് എന്ന് തോന്നുന്ന തരത്തിൽ പറഞ്ഞത്? രമേശ് ചെന്നിത്തലക്ക്, ബഹുമാനായ രമേശ് ചെന്നിത്തലക്ക് മഹാഭാരതം അറിയാത്ത ആളാണെന്നൊന്നും ഞാൻ പറയില്ല. തൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്പം ഒന്ന് വളച്ചൊടിച്ചതാണെന്നാണ് തോന്നുന്നത്. ചാകാത്ത നാളല്ല ഞാനും പറന്നത് എന്ന് പറഞ്ഞ ഭീഷ്മരെ രമേശ് ചെന്നിത്തല വായിച്ചിട്ടുണ്ടാവില്ല മഹാഭാരതത്തിൽ. അത് പറഞ്ഞത് ആരോടായിരുന്നു? അർജുനനോടും കൃഷ്ണനോടുമായിരുന്നു. ആ പറഞ്ഞത് അർജുനൻ്റെ അസ്ത്രങ്ങളേറ്റ് മുറിവേറ്റ ഘട്ടത്തിലാണ് ഭീഷ്മർ. അങ്ങനെ മുറിവേറ്റ ഘട്ടത്തിൽ ഭീഷ്മർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കോപിഷ്ഠനായി. ഫലം അർജുനന് തടുക്കാനായില്ല, കൃഷ്ണനും തടുക്കാനായില്ല. രണ്ടുപേരും ഭയങ്കരമായി മുറിവേറ്റു. അപ്പോൾ കൃഷ്ണൻ്റെ പ്രതിജ്ഞയിൽ നിന്ന് മാറുകയാണ്. കൃഷ്ണൻ സുദർശന ചക്രം എടുത്തു. കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞാണെന്ന് ഒരു നാളെ പറഞ്ഞേക്കട്ടെ. സുദർശന ചക്രം എടുത്തു. അപ്പോൾ അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, അയ്യോ ചെയ്തേക്കരുത്, കാരണം വാക്കുണ്ടല്ലോ, ഇതെടുക്കില്ല എന്നുള്ളത്. അങ്ങനെ 2 തവണ സംഭവിക്കുന്നു. അപ്പോൾ ഭീഷ്മർ അവിടെ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് ജയിച്ചു വരാനാവില്ല എന്ന് കാണുന്നു. തന്ത്രശാലിയായ കൃഷ്ണൻ ധർമ്മപുത്രരെ അയക്കുന്നു ഭീഷ്മരുടെ അടുത്തേക്ക്. അല്ല, അന്നത്തെ യുദ്ധത്തിൽ കാണിക്കുന്ന ഈ ശത്രുപക്ഷമൊക്കെ ആണെങ്കിലുള്ള ഒരു രീതികളുണ്ട്, അവരുടെ തമ്മിൽ കാണിക്കുന്ന മര്യാദകളുണ്ട്, അതൊക്കെയാണ്. അങ്ങനെ ചെല്ലുകയാണ് ഭീഷ്മരുടെ അടുത്തേക്ക്. ധർമ്മപുത്രർക്ക് ജയം വേണം, ഭീഷ്മ പിതാമഹനല്ലേ, പിതാമഹനോട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ സമ്മതിക്കുന്നു. എന്ത് സമ്മതിക്കുന്നു? വീണ് കൊടുക്കാം എന്ന് സമ്മതിക്കുന്നു. മറ്റ് ഞങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അവമാനിച്ചത് മോശമായിപ്പോയി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. സർ, ഇവിടെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച്
നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ വരും. ആ തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടത്തിലുമുള്ള നാടിൻ്റെ ഭാവി തീരുമാനിക്കുകയും ചെയ്യും. സർ, അതിൽ ഞങ്ങൾക്കൊട്ടും ആശങ്കയില്ല. അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത. ഇതൊരു കപട ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു പറഞ്ഞില്ലേ, ഒരു കപട ആത്മവിശ്വാസമല്ല, നിറഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ജനപക്ഷത്താണ്. ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം, ഞങ്ങൾക്ക് ജനങ്ങളെയും അറിയാം. അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കാൻ നോക്കിയാലും അതൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. അത് ശരിയായ ആത്മവിശ്വാസം തന്നെയാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ അസാധ്യം നടക്കുകയില്ല, ഇവിടെ അതൊന്നും നടപ്പാക്കാനാവില്ല എന്ന് കരുതിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് LDF സർക്കാർ അതിൻ്റെ യാത്ര തുടരുന്നത്. ഇത് നാടിനാവശ്യമാണ്, ജനങ്ങൾക്ക് വേണ്ടതാണ്, ഭാവി കേരളത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നാടിനോടുള്ള പ്രതിബദ്ധതയുടെ, ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ശ്രമിച്ചത്. ഇത് വരുംകാലത്തെ കേരളം ഏതു തരത്തിൽ രൂപപ്പെടണം എന്നതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ശരിയായ സങ്കല്പമുണ്ട്. ആ ഒരു രൂപരേഖ കേരളത്തിന് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അത് നവകേരളത്തിൻ്റെ രൂപവും ഭാവവും നിർണ്ണയിക്കാൻ പോകുന്ന രൂപരേഖയായി തന്നെ മാറും. സർ, പഴയ ഒരു 10 വർഷം മുൻപുള്ള അവസ്ഥ പരിശോധിച്ചാൽ അവിശ്വസനീയമെന്ന് കരുതിയ കാര്യങ്ങൾ അതാണിവിടെ മാറ്റിത്തീർത്തത്. അവിശ്വസനീയമായ നേട്ടങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വിശ്വസനീയമായ ഭാവി കേരള നിർമ്മാണ പദ്ധതി കൂടി ആവിഷ്കരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. സർ, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ അതിൽ നല്ല തോതിലുള്ള കാര്യക്ഷമത കാണാൻ സാധിക്കും. അതോടൊപ്പം ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നതുമാണ് കാണാൻ കഴിയുക. ഇവിടെ ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഒരു ഘട്ടത്തിലും ജനങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് വ്യാമോഹിപ്പിക്കാനല്ല. ഏതെങ്കിലും പറഞ്ഞ് തൽക്കാലവും തെറ്റിദ്ധരിപ്പിച്ച് കളയാം, അത്തരമൊരു അജണ്ടയെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത് എന്താണോ അതുമാത്രമേ ഞങ്ങൾ ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഘട്ടത്തിലും ജനങ്ങളെ കബളിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് LDFൻ്റെ സമീപനം അത് പൂർണ്ണ ബോധ്യത്തോടെ അംഗീകരിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അത് സാധാരണക്കാരായ ആളുകൾ തന്നെ അങ്ങനെയൊരു നിലയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ രാഷ്ട്രീയ വിമർശനമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വല്ലാതെ ഉയർത്തി കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്നുള്ളത് ശരിയാണ്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നാട്ടിലെ സാധാരണക്കാരുണ്ട് സർ, ജനങ്ങളുണ്ട്, അവരുടെ ഒരു പ്രതികരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരനുഭവം, ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു അനുഭവം, അത് പങ്കുവെക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്.
ഞാൻ പത്തനംതിട്ടക്ക് പോവുകയായിരുന്നു. പുനലൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ പുനലൂരെ റെസ്റ്റ് ഹൗസിൽ ഒന്ന് കയറിയിട്ട് പോവുകയാണ്. പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള പോക്കാകുമ്പം വണ്ടികളെല്ലാം വേറെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ചെല്ലുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചെറിയ സഞ്ചി, ഇങ്ങനെ തുണിസഞ്ചിയാണ് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടെയുള്ളവർ തടയല്ലോ. മറ്റേ സെക്യൂരിറ്റിക്കാർ അടുത്ത് വരാൻ വിടില്ലല്ലോ, പോയിട്ട് തടയാൻ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണുന്നില്ല. ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ കാർ കയറുകയാണ്. കാർ കയറുന്ന സമയത്താണ് അദ്ദേഹം കൊണ്ട് വരാൻ നോക്കുന്നത്. ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. ഞാനങ്ങ് കയറി. ഞാൻ കൈകൊണ്ട് കാണിക്കുന്നത് അദ്ദേഹം കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഞാനിങ്ങ് പോന്നു. പിന്നെ കാണുന്നത് ഒരാളിട്ടിയൊരു പോസ്റ്റിങ്ങാണ്. അതിൽ ഇയാൾ പറയുന്നത്, അയാൾ NR പിള്ള എന്ന് പറയുന്ന ഒരാളാണ്, ഒരു പ്രായമുള്ള ഒരാൾ. അങ്ങനെ ഞാൻ മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അത് പിന്നെ പോലീസുകാർ തടഞ്ഞു. അത് സാധാരണ അവർ ചെയ്യുന്നതാണ്. എന്താ കാണാൻ പോകാൻ കാരണം? അല്ല, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. അവർ ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം, പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുന്നൊരു ഗവൺമെൻറ്റാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുകളൊക്കെ പറയാൻ. ആരും പറയിപ്പിച്ചതല്ല, ഒരു സ്വാഭാവികമായിട്ടുണ്ടായൊരു കാര്യമാണ്. ഇതാണ് നാട്ടിലെ സാധാരണക്കാരുടെ പ്രതികരണമെന്ന് നിങ്ങൾ കാണുന്നു. നിങ്ങൾ വലിയ കോടികൾ ചെലവിട്ട് ഈ പ്രതീതി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുണ്ടാവും. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും ഈ പ്രതികരണം നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾ ജനങ്ങളെ ഒരു ഘട്ടത്തിലും കബളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് ഇത്തരമൊരു നില വന്നപ്പോൾ അതിൽ വല്ലാതെ അലോസരപ്പെടുന്നത് പ്രതിപക്ഷമാണ് എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. അവർ മുന്നിൽ കാണുന്നത് വെറും അന്ധകാരമല്ല, മഹാന്ധകാരം നിറഞ്ഞ ഒരു ഭാവിയാണ്. അതിൻ്റേതായ ഒരു വല്ലാത്ത വെപ്രാളം അവരെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുക്തിക്ക് നിരക്കാത്തത്, അസത്യം നിറഞ്ഞത്, അടിസ്ഥാനരഹിതമായത്, ഭാവനയിൽ മാത്രം നിലനിൽക്കുന്നത്, അങ്ങനെയെല്ലാമുള്ള വഴിക്ക് സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ആ ഒരു സഞ്ചാരമാണ് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരെ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർത്താൻ ശ്രമിക്കും പ്രതിപക്ഷം. പക്ഷേ വിമർശിക്കാനൊന്നുമില്ല, എതിർത്ത് പറയാൻ ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ പിന്നെ പറയാനുള്ള വേദി തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം, ആ മനോഭാവത്തോടെയുള്ള ബഹിഷ്കരണങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സർ, നയപ്രഖ്യാപന പ്രസംഗം എന്നത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണല്ലോ. ഇന്ന് മാത്രമാണല്ലോ നമുക്കത് ശരിക്കും ചർച്ച ചെയ്യാൻ കഴിഞ്ഞത്. എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ചർച്ച നടന്നത്. സഭയിൽ കിട്ടുന്ന അവസരം, സഭയ്ക്ക് പുറത്തുള്ള വേദികൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിക്കാൻ നടത്തുന്ന ശ്രമം, ഇത് ജനാധിപത്യ സംവിധാനത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വത്തിന് ചേർന്നതാണോ എന്നത് അവർ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. തീർത്തും സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷം പോകുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് കാരണം ഒരുതരം രാഷ്ട്രീയ നിസ്സഹായതയിലാണ് കേരളത്തിലെ പ്രതിപക്ഷമുള്ളത്.
ഇപ്പോൾ സാധാരണഗതിയിൽ ഭരണപക്ഷത്തിന് നേർക്കാണ് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരേണ്ടത്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയരുന്നത് പ്രതിപക്ഷത്തിന് നേർക്കാണ് എന്താണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷത്തിൻ്റെ നിലപാടില്ലായ്മകൾ, അസത്യപ്രചരണങ്ങൾ, ഇതൊക്കെയാണ് ഇതിന് വഴിവെക്കുന്നത്. ഗീബൽസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഗീബൽസിയൻ തന്ത്രമാണ് ഒരു കള്ളം ആവർത്തിച്ച് പറയുക, അത് കൂടുതൽ കൂടുതൽ ശക്തമായി പറയുക. അങ്ങനെ വന്നാൽ സത്യമായി കണക്കാക്കും. ഇവിടെ സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ 10 വർഷമായി ഇവിടെ എന്തു നടന്നു എന്ന ചോദ്യം വരെ ഉയർത്തുന്നത്. സർ, നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഗുണഫലം ഏതാനും ചിലരല്ല, നാട്ടിലെ ജനങ്ങളാകെ അനുഭവിക്കുകയാണ്. ആ ജനങ്ങളുടെ മുന്നിൽ ഇത്തരം പ്രചരണങ്ങൾ എങ്ങനെയാണ് വിലപ്പോവുക? സർ, പണ്ട് നമ്മുടെ റോഡുകളുടെ അവസ്ഥ കുണ്ടും കുഴിയും നിറഞ്ഞ് വീതി കുറഞ്ഞ്, അതല്ലേ നമ്മുടെ നാഷണൽ ഹൈവേയുടെ അവസ്ഥയടക്കം ഉണ്ടായിരുന്നു. അതാണല്ലോ 6 വരിപ്പാതയായി മാറുന്നത്. സർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസും പൂട്ടി സ്ഥലം വിട്ടത് ഇന്നത്തെ പ്രതിപക്ഷത്തിന് നല്ല ഓർമ്മയുള്ള അവസ്ഥയാണല്ലോ. അന്ന് അവരുടെ കാലത്താണല്ലോ അവർ സ്ഥലം വിട്ടത്. അപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ പദ്ധതി ഇതുപോലുള്ളത് ഏതെല്ലാമാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കപ്പെട്ടത്? നമ്മുടെ വ്യാവസായിക രംഗം രാജ്യത്തിനാകെ മാതൃകാപരമായ കുതിച്ചുചാട്ടമല്ലേ നടത്തിയത്? ഈ 10 വർഷക്കാലത്തെ നമ്മുടെ അനുഭവം അത് നാടിനാകെ അഭിമാനം പകരുന്നതല്ലേ? നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്കിങ്ങിൽ കേരളം 1ാമതെത്തുന്നു. വീണ്ടും ആ 1ാം സ്ഥാനം നിലനിർത്താൻ നമുക്ക് കഴിയുന്നു. സർ, ഇത് വെറുതെ കിട്ടുന്നൊരു കാര്യമല്ലല്ലോ. നാട്ടിൽ വന്ന മാറ്റത്തിൻ്റെ ഭാഗമല്ലേ. നമ്മുടെ നാട്ടിൽ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ചുവപ്പ് നാടകളില്ലാതെ വ്യവസായം തുടങ്ങാൻ കഴിയുന്ന സാഹചര്യം വന്നിരിക്കുന്നു. നിക്ഷേപകർക്ക് വല്ലാത്ത ആത്മവിശ്വാസം ഇതിൻ്റെ എല്ലാം ഭാഗമായി ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. നമ്മുടെ കേരളത്തിൽ സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ അത് കേരളത്തിൽ വന്ന മാറ്റം എത്ര വലുതാണ്. ഇപ്പോൾ സംരംഭക വർഷം എന്നൊരു പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചു. ഒരു വർഷം കൊണ്ട് 1 ലക്ഷം പദ്ധതികളാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സംഭവിച്ചതെന്താണ്? രാജ്യത്തെ മികച്ച MSME ക്ലസ്റ്ററായി കേരളം മാറിയില്ലേ?
ആ 1,00,000 മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ, ഒരു വർഷം തകേണ്ടി വന്നില്ല, മാസങ്ങളാകുമ്പോഴേക്ക് തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട MSME ക്ലസ്റ്ററായി മാറിയിരിക്കുന്നു. 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കാനായി എന്ന് ശരിയല്ലേ സർ? നമ്മൾ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയെക്കുറിച്ച് കണ്ടു. ആ പണികൾ അതിവേഗം നടക്കുകയാണ്. വ്യാവസായിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം. കഴിഞ്ഞ കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമം, ഇപ്പോൾ ദാവോസിൽ നടന്ന പരിപാടി, ഇതിലൊക്കെ കേരളത്തിൽ നിക്ഷേപം നടത്താനുള്ള താല്പര്യമാണല്ലോ പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ദാവോസിലെ കാര്യം കാലത്ത് വ്യവസായ മന്ത്രി ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. IT കയറ്റുമതിയിൽ നാം റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. ഇവിടെ നമ്മുടെ IT പാർക്കുകൾ ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഏഷ്യയിലെ തന്നെ മികച്ച ലേണിംഗ് ഇക്കോസിസ്റ്റമായി കേരളത്തെ ആഗോളതലത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. 5000-ലധികം സ്റ്റാർട്ടപ്പുകളാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ കരുത്തുറ്റ നിലയിൽ ഇപ്പോൾ വളരുന്നത്. നൂതന ആശയങ്ങളുമായി വരുന്ന യുവാക്കൾക്ക് ലോകോത്തര നിലവാരമുള്ള ഇൻക്യുബേഷൻ സൗകര്യങ്ങളാണ് നാം ഒരുക്കുന്നത്. സർ, ഇവിടെ ഗിഫ്റ്റ് സിറ്റിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. അവിടെ അതുകൊണ്ട് നാം ഉപേക്ഷിക്കുകയല്ല, ഇവിടെ പകരം സംവിധാനം ഒരുക്കാൻ നമ്മൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സമുദ്രോൽപ്പന്ന പാർക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു. സമ്പൂർണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ വ്യവസായ ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്തായിരിക്കും സർ? എത്ര മികച്ചതായിരിക്കും? ഇതൊന്നും കാണാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല സർ. ഇതെല്ലാം കേരളത്തിലെ LDF ഗവൺമെൻറ്റിനെ എതിർക്കുന്നതിൻ്റെ ഭാഗമായി കാണാതിരിക്കരുതല്ലോ. നമ്മുടെ നാട് നേടിയ നേട്ടങ്ങളാണല്ലോ. നമ്മുടെ സ്കൂളുകൾ, നേരത്തെയുള്ള സ്കൂളുകളുടെ ദയനീയ സ്ഥിതി ഇപ്പോൾ പൂർണ്ണമായി മാറിയില്ലേ? ഹൈടെക് സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും നമ്മുടെ കേരളത്തിൽ സ്ഥാപിതമായല്ലോ. അപ്പോൾ ഈ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് മറുപടി പറയും. സർ, നമ്മുടെ നാടിൻ്റെ പല ദുരനുഭവങ്ങളില്ലേ? ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നിശ്ചിത ദിവസങ്ങളുണ്ടല്ലോ സ്കൂൾ തുറക്കുന്നതിനൊക്കെ. ആ കുട്ടികൾക്ക് പുതിയ ക്ലാസ്സിൽ ചേരുമ്പോൾ പാഠപുസ്തകങ്ങൾ വേണ്ടേ? സർ, ഒരു കാലത്ത് ഇവിടെ പാഠപുസ്തകങ്ങൾ കിട്ടിയിരുന്നില്ലാലോ. പാഠപുസ്തകങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ കുട്ടികൾക്ക് പുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തല്ലോ അധ്യാപകർ. സർ, അത് വളരെ പണ്ടല്ലോ, ഒരു 10 വർഷം മുൻപുള്ള അവസ്ഥയല്ലേ.
എങ്ങനെയാണത് ഉണ്ടാകുന്നത്? സർ, സാധാരണ നിലക്കുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പുണ്ടായാൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ എത്തണം എന്ന നിലയെടുക്കാൻ പറ്റില്ലേ? അപ്പോൾ കെടുകാര്യസ്ഥതയുടെ പാരമ്യം അതല്ലേ ഉണ്ടായത്? ഇന്ന് അതാണോ സ്ഥിതി? അധ്യയന വർഷം തീരും മുൻപ് അടുത്ത അധ്യയന വർഷത്തെ പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഇതൊന്നൊരു മഹാനേട്ടമായിട്ടല്ല, പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികളത് പ്രധാനമായിട്ടാണല്ലോ കാണുന്നത്, രക്ഷിതാക്കളത് പ്രധാനമായിട്ടാണല്ലോ കാണുന്നത്. ആരോഗ്യരംഗം ഇപ്പോൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ടല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണത്. നമ്മുടെ ആശുപത്രികളുടെ കരുത്ത്, സർക്കാർ ആശുപത്രികൾ നേടുന്ന കരുത്ത്, അതൊക്കെ ഇവിടെ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യമാണ്. സർ, ഇന്ന് കേരള മോഡൽ എന്ന് പറയുമ്പോൾ മുൻപില്ലാതിരുന്ന ഇത്തരം വശങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ്. പഴയ കേരള മോഡലിനെ ജീവകാരുണ്യമടക്കമുള്ള മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. താഴെ തലം തൊട്ട് മേലേ തലം വരെ. ഇത് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ നാട്ടിന്, രാജ്യത്തിന് വലിയ തോതിൽ സംഭാവന ചെയ്യാൻ കഴിയുന്നൊരു ഗവേഷണ സ്ഥാപനമാണത്. IT രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വൻ കുതിച്ചുചാട്ടം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആഗോള ഭീമന്മാരായ കമ്പനികൾ കേരളത്തിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. വർക്ക് നിയർ ഹോം പദ്ധതി, IT വികസനം ഗ്രാമങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ്. നമ്മളാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഡിജിറ്റൽ സാക്ഷരത നേടാൻ നമുക്ക് കഴിഞ്ഞു വന്നതും ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. മറ്റ് രാജ്യങ്ങളിലുള്ളവരടക്കം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ ലോകത്തിലെ തന്നെ മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. വലിയ കമ്പനികൾ, ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്നു. എത്രയോ കാലമായി നാം സ്വപ്നമായി കൊണ്ടു നടന്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖം. ഇപ്പോൾ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ നിശ്ചയിച്ചതിലും 17 വർഷം മുന്നിൽ പദ്ധതി പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. കേരള മോഡൽ വികസനം എന്നത് കേവലമായ ഒരു ബദൽ രീതി മാത്രമല്ല സർ, ഇതൊരു അതിജീവനത്തിൻ്റെ മാതൃക കൂടിയാണ്. അതിനെ തകർക്കാൻ നുണകളുടെ ചീട്ടുകൊട്ടാരം പണിതാൽ അത് നിലനിൽക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ നാട് മുന്നോട്ട് തന്നെ പോകും. വികസനത്തിൻ്റെ പാതയിൽ ഒരടി പോലും പിന്നോട്ട് വെക്കില്ല. ഈ നാടിനെ തകർക്കാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനായി ശ്രമിക്കുന്നവർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ സ്ഥാനം പിടിക്കുകയാണ് ചെയ്യുന്നത്.
സർ, നമ്മുടെ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിൽ വലിയ തോതിൽ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ആ വ്യത്യാസങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ഇത് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ വന്ന് ജോലിയെടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളുണ്ടല്ലോ, അവരിത്തരം ചില അവരുടെ നാടിൻ്റെ അനുഭവങ്ങളിപ്പോൾ നാട്ടിൽ പറയുന്ന നില സ്വീകരിക്കുന്നുണ്ട്. ഒരനുഭവം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ടവർക്കും ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി കൊച്ചിയിൽ വന്ന് ഒരു യോഗം നടത്തിയപ്പോൾ അവിടെ ഏതോ ഒരാളൊരു ചോദ്യം ചോദിച്ചു എന്ന് പറയുന്നത് കേട്ടിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇതുപോലെ വികസനം ഇല്ലാലോ എന്നതിനെ പറ്റിയായിരുന്നു ചോദ്യം. ഒരു കേട്ട കാര്യമാണ്. നടന്നതാണല്ലേ? ശരി ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ വരുന്നവർ നാടിനെ വലിയ ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. ഇവിടെ കേരളത്തെ ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. കേരളത്തിൻ്റെ വികസനത്തെ ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമായി നിഷ്കളങ്കമായ ഒരു ചോദ്യമാണത്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാറിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം എടുത്താൽ ആ രംഗത്തും നിങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ടോ? സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് ബദലുണ്ടോ? രാഷ്ട്രീയ കാര്യങ്ങളിൽ ധീരമായ നിലപാടെടുക്കാൻ വേണ്ട കെൽപ്പില്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ വിമർശിച്ച് നിലപാടുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ആശയമില്ലാതെയുള്ള പ്രവൃത്തി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പറ്റില്ല. ഫാസിസത്തെ പ്രതിരോധിക്കേണ്ടത് രാഷ്ട്രീയമായും ആശയപരമായുമാണ്. അത് നേരിയ തോതിലെങ്കിലും കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആരാണ് കോൺഗ്രസിൻ്റെ പുതിയ ബന്ധു ഹാർദിക് പട്ടേൽ? BJP ഗവൺമെൻറ് പ്രവീൺ തൊഗാഡിയ ഇതുപോലുള്ള യഥാർത്ഥ ഹിന്ദുത്വ നേതാക്കളെ തടഞ്ഞു എന്ന് പരാതിപ്പെടുന്നയാളാണ് ഈ പറഞ്ഞ ഹാർദിക് പട്ടേൽ. OBC റിസർവേഷൻ തങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്ന് വാദിക്കുന്ന പട്ടീദാർ സമുദായ നേതാവ്. ഇങ്ങനെയുള്ളവരുമായി സഖ്യം സ്ഥാപിക്കുന്നത് വർഗീയതയ്ക്കെതിരെയുള്ള ബദലായി മാറുമോ? ഇപ്പോഴത്തെ കോൺഗ്രസ് നേരത്തെയുള്ള അനുഭവം എടുത്താൽ തന്നെ രാജ്യത്തെ BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുകയല്ലേ. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ നേതാക്കന്മാരുടെ പട്ടികയെടുത്താൽ അതിൽ മുൻ മുഖ്യമന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ എല്ലാമാണല്ലോ. അതെ, ആ പേരുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കി. ND തിവാരി, SM കൃഷ്ണ, ചൗധരി ബീരേന്ദ്ര സിംഗ്, റാവു ഇന്ദ്രജിത് സിംഗ്, റിത്ത ബോഗുണ, ജഗദാംബിക പാൽ, വിജയ് ബോഗുണ, സത്പാൽ മഹാരാജ്, നജ്മ ഹെപ്തുള്ള, ഹിമാന്ത വിശ്വശർമ്മ. എത്ര ഇനി അരുണാചൽ പ്രദേശ് 2014, മണിപ്പൂർ 2017, ഗോവ 2017, കർണാടക 2018-19, മധ്യപ്രദേശ് 2020. ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണല്ലോ വിജയിച്ചത്. കോൺഗ്രസ് ജയിച്ചു വന്ന ഞാൻ നേരത്തെ പറഞ്ഞ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ, കർണാടക, മധ്യപ്രദേശ്, അവിടെ ആരാണ് അധികാരത്തിൽ വന്നത്?
BJP എങ്ങനെയാണ് അത് സാധ്യമാക്കിയത്? സർ, വിൽപ്പനക്ക് വെക്കപ്പെട്ട കോൺഗ്രസ് MLA-മാർ ഇങ്ങനെ കിടക്കുകയല്ലേ, അവരെ കൂട്ടത്തോടെ വിലക്ക് വാങ്ങുകയല്ലേ ചെയ്തത്. അങ്ങനെയാണല്ലോ അവർക്ക് അധികാരം ലഭിച്ചത്. അപ്പോൾ കോൺഗ്രസ് നേരിടുന്ന ചോദ്യം ഞങ്ങളോട് എന്തിനാണ് നിങ്ങൾ വോട്ട് ചോദിച്ചത് എന്നാണ്. സർ, 2014 അരുണാചൽ പ്രദേശിൽ BJPക്ക് 11, കോൺഗ്രസിന് 42, പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ 5, സ്വതന്ത്രർ 2 ഇതായിരുന്നു കക്ഷിനില. 2 വർഷം കഴിഞ്ഞപ്പോൾ കക്ഷിനില BJP 48, കോൺഗ്രസ് 1, PPA 9, സ്വതന്ത്രർ 2, 42 കോൺഗ്രസ് ഉണ്ടായിരുന്നത് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് ചുരുങ്ങി. സർ, 2017 മണിപ്പൂരിൽ 60 സീറ്റ് 21 സീറ്റാണ് BJP കിട്ടിയത്. പറയാ കോൺഗ്രസിന് 28 സീറ്റുകൾ ലഭിച്ചു, BJPയേക്കാൾ 7 സീറ്റുകൾ കൂടുതൽ. പക്ഷേ സർക്കാർ രൂപീകരിച്ചത് BJP. സർ, അതെങ്ങനെയാണ്? 21ഉം 28ഉം, പക്ഷേ BJPക്ക് സീറ്റ്, BJPക്ക് സർക്കാർ. സർ, 2017 ഗോവയിൽ ആകെ 40 സീറ്റ്, 13 BJPക്ക്, 17 സീറ്റ് കോൺഗ്രസ് നേടി. പക്ഷേ പ്രതിപക്ഷത്ത് തന്നെ കോൺഗ്രസ്. 2018 കർണാടകത്തിൽ 224 അംഗങ്ങളാണ് പൊതുവിൽ. BJPക്ക് 104 MLA-മാരെ കിട്ടി, അവർക്ക് ഭൂരിപക്ഷമില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്നുള്ള 13 പേരുൾപ്പെടെ 17 MLA-മാരെ നിയമസഭയിൽ നിന്ന് രാജിവെപ്പിച്ചു BJP. ഇത് സഭയുടെ ശക്തി കുറച്ചു. അങ്ങനെ BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചു. മധ്യപ്രദേശിൽ കർണാടകത്തിൻ്റെ മാതൃക പിന്തുടർന്നു. ഒരു വിഭാഗം കോൺഗ്രസ് MLA-മാരെ BJP ആകർഷിച്ചു, നിയമസഭയുടെ അംഗസംഖ്യ കുറച്ചു, BJP സർക്കാർ അധികാരത്തിൽ വന്നു. കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ ജ്യോതിരാദിത്യ സിന്ധ്യ പിന്നീട് BJP-യിൽ ചേർന്ന് രാജ്യസഭാംഗമായി. ഇപ്പോൾ സിന്ധ്യ കേന്ദ്രമന്ത്രി. 2019 ഹരിയാനയിൽ BJPക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. അവരെ അധികാരത്തിൽ വരുന്നതിന് തടയാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഇപ്പോൾ 2025 ബീഹാറിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായത്. അവിടേക്കൊക്കെ പോയാൽ ഇതെല്ലാം കാണാൻ കഴിയും. പക്ഷേ എന്തിനാണ് സാർ അവിടത്തേക്കെല്ലാം പോകുന്നത്? ഇവിടുത്തെ സ്ഥിതിനെ എടുത്താൽ പോരെ. കർണാടക മോഡലിലെ ഓപ്പറേഷൻ താമര നടന്ന പഞ്ചായത്താണല്ലോ തൃശ്ശൂർ പുതുക്കാട് അസംബ്ലി മണ്ഡലത്തിലെ മറ്റത്തൂർ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുതിരക്കച്ചവടവും കൂട്ടക്കൂറുമാറ്റവും മറ്റത്തൂർ സംഭവിച്ചല്ലോ. സ്വാഭാവികമായും LDF പ്രതിനിധി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന മുഴുവൻ അംഗങ്ങളും ജനവിധി അട്ടിമറിച്ചുകൊണ്ട് BJPക്കൊപ്പം ചേർന്നു. സർ, എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത്. കാര്യങ്ങൾ ഇവിടെ വളരെ വിശദമായി പറഞ്ഞു. അങ്ങ് ഇവിടെ 16 വർഷം എന്നാണ് എൻ്റെ ഓർമ്മ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. കേരളത്തിലെ CPM-ൻ്റെ നേതാവാണ്, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായിരിക്കുക. അങ്ങ് നേതാവായിരിക്കുമ്പോൾ MLA-മാരായിരുന്ന പാർട്ടിയുടെ MLA-മാരായിരുന്ന അൽഫോൺസ് കണ്ണന്താനവും S രാജേന്ദ്രനും BJP പോയത് അങ്ങ് അറിഞ്ഞില്ലേ? അങ്ങ് പോളിറ്റ് ബ്യൂറോ മെമ്പറായിരിക്കുന്ന ദേശീയ നേതാവായിരിക്കുന്ന പാർട്ടി ബംഗാളിലും ത്രിപുരയിലും ഭരണത്തിലുണ്ടായിരുന്നു.
ആ ഭരണത്തിലുണ്ടായിരുന്ന ആ 2 സംസ്ഥാനത്തെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ 90% ആളുകളും BJP ചേർന്നത് അങ്ങ് അറിഞ്ഞില്ലേ? അത് മാത്രം ഒഴിവാക്കരുത്, അതുകൂടി ചേർക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, അൽഫോൻസ് കണ്ണന്താനത്തെ ഞങ്ങളെ പാർട്ടിക്കാരനായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുകയാണ്. അൽഫോൻസ് കണ്ണന്താനം ഒരു ഘട്ടത്തിൽ ഒരു സ്വതന്ത്രനായി മത്സരിച്ചു എന്നുള്ളത് ശരിയാണ്. അന്ന് LDFന്റെ സ്വതന്ത്രനായി മത്സരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് വ്യക്തമാണ്. LDF സ്വതന്ത്രനായി മത്സരിച്ചിരുന്നു. അന്നും അദ്ദേഹം പാർട്ടിയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കാരനുമായിരുന്നില്ല. അത് അദ്ദേഹം ഇവിടെ വന്നു സ്ഥാനാർത്ഥിയായി എന്താണ് വസ്തുത. അത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്നൊരു കാര്യമായിട്ട് കാണേണ്ടതില്ല. രാജേന്ദ്രൻ്റെ കാര്യം, രാജേന്ദ്രൻ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച് കുറേ കാലമായി പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. അത് മൊത്തത്തിൽ CPIMനെ ബാധിക്കുന്ന കാര്യമല്ല. സർ, ഇവിടെ മറ്റത്തൂരിനെ പറ്റിയാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. അത് മറ്റത്തൂര് അത് ഞാൻ പറയുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുതിര കച്ചവടം, കൂട്ടക്കൂറുമാറ്റം, ഇതാണ് മറ്റത്തൂരുണ്ടായത്. ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന മുഴുവൻ അംഗങ്ങളും BJPയോടൊപ്പം ചേരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സർ, എത്ര പേരാ? 8 കോൺഗ്രസ് അംഗങ്ങൾ, 8 കോൺഗ്രസ് അംഗങ്ങളാണ് BJPക്കൊപ്പം പോയത്. BJP പിന്തുണയിൽ വൈസ് പ്രസിഡന്റായി ജയിച്ചത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ്സുകാർ ഞങ്ങളോട് സഹായം ചോദിച്ചപ്പോൾ ഞങ്ങളത് ചെയ്തു കൊടുത്തു. കിട്ടിയ ഗോളവസരം ഞങ്ങൾ കൃത്യമായി ഉപയോഗിച്ചു എന്നാണ് BJP ജില്ലാ അധ്യക്ഷൻ ഇതിനെപ്പറ്റി പരസ്യമായി പറഞ്ഞത്. സർ, ആ BJP ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസ്സുകാർ ഞങ്ങളോട് സഹായം ചോദിച്ചപ്പോൾ ഞങ്ങളത് ചെയ്തു കൊടുത്തു. കിട്ടിയ ഗോളവസരം ഞങ്ങൾ കൃത്യമായി ഉപയോഗിച്ചു. സർ, വർഗീയത വളർത്തുന്നതിൽ കോൺഗ്രസിൻ്റെ പങ്ക് എന്താണ് എന്ന് ഞങ്ങൾ പറയേണ്ടതുണ്ടോ? ഗാന്ധിജിയുടെ വധത്തെ തുടർന്ന് പൊതുസമൂഹത്തിൽ മുഖം കാണിക്കാൻ കഴിയാത്ത വിധം മാളത്തിൽ ഒളിച്ചതായിരുന്നു ഹിന്ദു വർഗീയത. അതിനെ പൊതുസമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തത് കോൺഗ്രസ്സാണ്. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ 2 അംഗങ്ങളായി ലോക്സഭയുടെ കോണിലിരുന്ന പാർട്ടിയാണ് BJP. അതിനെ ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ പോന്ന ശക്തിയായി വളർത്തിയത് കോൺഗ്രസ്സാണ്. സർ, ഫൈസാബാദ്, ഞാൻ പറയട്ടെ ഫൈസാബാദിനെ പറ്റി കേട്ടോ. ഫൈസാബാദ് ആയിരുന്നു, അവിടെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു തുടക്കം. ഹിന്ദു വർഗീയതയെ തങ്ങളുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കായി കോൺഗ്രസ് ഉപയോഗിച്ചു തുടങ്ങിയത് മുതൽ കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചു. 1950കളിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിനെതിരെ തന്നെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ആചാര്യ നരേന്ദ്രദേവ് മത്സരിച്ചപ്പോൾ അന്ന് പരാജയ ഭീതി പൂണ്ട കോൺഗ്രസ് ഒരു ഹിന്ദു സന്യാസിയെ എതിർ സ്ഥാനാർത്ഥിയാക്കി. എന്നിട്ട് ബാബറി മസ്ജിദിൽ വിഗ്രഹം കണ്ടുകിട്ടിയെന്ന പ്രചരണം ആരംഭിച്ചു. അതോടെയാണ് ആധുനിക ഇന്ത്യയിൽ വലിയ വർഗീയ ധ്രുവീകരണമുണ്ടായത്. നരേന്ദ്രദേവിനെ തോൽപ്പിക്കാനായി ഹിന്ദു വർഗീയതയുടെ കാർഡ് സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു അന്ന് കോൺഗ്രസ്. ആചാര്യ നരേന്ദ്രദേവിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിനെ കൈയയച്ച് സഹായിച്ചത് ഹിന്ദു വർഗീയവാദികളുമായിരുന്നു. പിന്നീട് ഇങ്ങോട്ടും ആ വഴിയിലൂടെയാണ് കോൺഗ്രസ് സഞ്ചരിച്ചത്. പൂട്ടിക്കിടന്ന ബാബറി മസ്ജിദ് സംഘപരിവാറിനായി തുറന്നു കൊടുത്തത് കോൺഗ്രസ്സാണ്. സർ, ജാമിയ മിലിയെ പറ്റി പറഞ്ഞല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിന് കാവൽ നിന്ന കാര്യം പറയുന്നത് ഒരു സ്ഥലത്ത് നല്ല ആവേശത്തിൽ പറയുന്നതായിട്ട് കേട്ടു. സർ, അതൊരു കാലം. ഈ ബാബറി മസ്ജിദിൻ്റെ കാലം, അന്ന് പ്രധാനമന്ത്രിയായിരുന്നത് നരസിംഹറാവു ആണല്ലോ. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാജ്യമാകെ അദ്ദേഹത്തിന്
ബ്ലാങ്ക് ചെക്ക് കൊടുക്കുകയാണ്. എന്തിന്? ബാബറി മസ്ജിദ് തകർക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ. രാജ്യം ഒന്നാകെ കൊടുത്ത പിന്തുണയായിരുന്നു അത്. ചെറുവിരൽ അനക്കിയോ? സർ, സംഘപരിവാറുകാരാണ് ബാബറി മസ്ജിദ് തകർത്തതെന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ തകർക്കുന്നതിനുള്ള എല്ലാ അവസരവും ഒരുക്കിയത്, അതിനാവശ്യമായ വഴികൾ ഒരുക്കി കൊടുത്തത്, അവർക്ക് തടസ്സങ്ങൾ ഇല്ലാതെ തകർക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിയത് നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റല്ലേ? ഇതല്ലേ നമ്മുടെ അനുഭവം? ഇവിടെ കോൺഗ്രസിൻ്റെ മുഖ്യ മുദ്രാവാക്യം അത് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമ്പോൾ അവിടെ സ്വീകരിക്കുന്ന രീതികൾ എന്തായിരുന്നു? കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച രീതികൾ സർ, ഇതൊക്കെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടുകൾക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നില്ലേ? ഇപ്പോൾ മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ, അങ്ങനെ പലയിടങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ചു വന്ന നയം എന്താണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. മധ്യപ്രദേശത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന് ബദലാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടിരുന്നു കോൺഗ്രസ്. അവിടെ ഗോഹത്യയുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുത്തു. ആ കാലത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും നിയമസഭാ സാമാജികർ ഒന്നിച്ചു നിന്നാണ് പശുവിനെ രാഷ്ട്രമാതാവായി പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയത്. ഇതേ കോൺഗ്രസ്സാണ് രാമക്ഷേത്രം പണിയണമെങ്കിൽ തങ്ങൾ അധികാരത്തിൽ വരണം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ചതും ഇപ്പോഴും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ലാത്തതുമായ മൃദുവർഗീയ നിലപാടുകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന നമ്മുടെ അയൽ സംസ്ഥാനം, അവിടെ യലഹങ്കയിൽ നടന്ന കാര്യം അത് വലിയ തോതിൽ എതിർപ്പുയർത്തിയൊരു വിഷയമാണ് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അനധികൃത കയ്യേറ്റം ഒഴിപ്പിച്ചതാണെന്നും കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കേരള മുഖ്യമന്ത്രി ഇടപെടേണ്ട എന്നൊക്കെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറയുന്നതായിട്ട് കേട്ടു. സർ, ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ ഭാഷ ഇത്തരം ഘട്ടങ്ങളിൽ നാം കേട്ടിട്ടുണ്ട്. അതേ രീതിയിലുള്ള സംസാരമായി അത് തോന്നി. ഓർക്കേണ്ടത്, പണ്ട് യോഗി ആദിത്യനാഥ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതും ഇതേ വർത്തമാനമായിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് ഞാനപ്പോൾ മറുപടി പറയാൻ പോയില്ല. ഇരകൾക്ക് നീതി കിട്ടലാണ് മുഖ്യം. രാഷ്ട്രീയ സംവാദത്തിലേക്ക് പോയി വിഷയത്തെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കളിയിലേക്ക് ഒതുക്കാനും ഫോക്കസ് മാറ്റാനും ആഗ്രഹിച്ചില്ല. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. കർണാടകയുടെ ആഭ്യന്തര കാര്യം, ഉത്തർപ്രദേശിൻ്റെ ആഭ്യന്തര കാര്യം എന്നൊന്നില്ല. ചൂഷണം അനുഭവിക്കുന്നവർ ആരായാലും, അവർ ലോകത്തെ ഏത് കോണിലായാലും അവർക്കൊപ്പം നിൽക്കുക എന്നത് ഞങ്ങളുടെ എന്നത്തെയും നിലപാടാണ്.
പലസ്തീനു വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തുന്നത് ആ നിലപാടിൻ്റെ ഭാഗമായാണ്. ക്യൂബയോട് ഐക്യപ്പെടുന്നതും ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമാണ്. സംഭവം നടന്ന് 9 ദിവസം കഴിഞ്ഞിട്ടും കർണാടകയിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന അനുഭവം ഉണ്ടായില്ല. എന്നാൽ കേരളത്തിൽ നിന്നും പ്രതിഷേധമുയർന്നപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് വിഷയം ഏറ്റെടുക്കേണ്ടി വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കർണാടകയിലെ പ്രതിപക്ഷം BJP ആണല്ലോ. ഈ വിഷയത്തിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങൾ അതാണ് ഇക്കാര്യത്തിൽ ഈ രണ്ടു കൂട്ടരെയും ഒരുമിപ്പിച്ചത്. ഇന്ന് വർഗീയത നേരിടുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്താകെ പരിശോധിച്ചാൽ കോൺഗ്രസ് ആണെന്ന് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നല്ലോ. ബീഹാറിൽ മതേതര ഇടതു പാർട്ടികൾ ഒരുമിച്ചാണ് മത്സരിച്ചത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വേണ്ടത്ര ഉണ്ടായോ? എന്തേ അങ്ങനെ സംഭവിച്ചത്? 6 കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇടതുപക്ഷത്തിൻ്റെ കൂടി വോട്ടോടെയാണ് അവിടെ ജയിച്ചത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? സർ, ആ 6 പേരും BJP ചേർന്നു. ഇപ്പോൾ അവർ NDA പക്ഷത്താണിപ്പോൾ. തികച്ചും വസ്തുതാവിരുദ്ധമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ 6 പേരെയും ഡൽഹിയിൽ കോൺഗ്രസ് പ്രസിഡന്റിന്റെയും രാഹുൽ ഗാന്ധിയുടെയും യോഗത്തിൽ നടന്ന മീറ്റിംഗിൽ ഞാൻ അവരെ കണ്ടതാണ്. മാധ്യമങ്ങളിൽ പറയുന്ന കള്ളവാർത്ത മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ അല്ലെങ്കിൽ ആരെഴുതി കൊടുത്താലും അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മറ്റത്തൂരിൽ അത് തന്നെയാണ് സാർ. ഞങ്ങളുടെ ഒരു മെമ്പറും പോയിട്ടില്ല. ഈ 6 പേരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു, ഈ 6 പേരും കോൺഗ്രസിൽ തന്നെയാണ്. അവർ ഒരിടത്തും പോയിട്ടില്ല. BJPയുടെ പ്രചരണമാണ് എന്ന് അങ്ങേ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. അങ്ങ് പറഞ്ഞ് ഞാൻ പരിശോധിക്കാം. പക്ഷേ മറ്റത്തൊരു നാടാകെ അംഗീകരിച്ചൊരു കാര്യമാണ്. അത് നിങ്ങളെ നിഷേധം കൊണ്ട് മാത്രം ഇല്ലാതാവില്ല. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു മുദ്രാവാക്യം, മതമാണ് 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 പ്രശ്നം, കേരളത്തിൽ ഉയരുന്ന ഒരു മുദ്രാവാക്യമാണ്. ഇത്തരം ഒരു മുദ്രാവാക്യം ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കൾ ആരും നേരത്തെ ഒരു കാലത്തും ഉയർത്തിയതായി കേട്ടിട്ടില്ല. അങ്ങനൊരു മുദ്രാവാക്യമേ ഇപ്പോൾ ബാഫക്കി തങ്ങളോ സീതി സാഹിബോ CHO ഒന്നും ഉയർത്തിയ അനുഭവമില്ലാത്തതാണ്. എന്താണ് ഇപ്പോൾ അത്തരത്തിൽ ഇത്തരമൊരു മുദ്രാവാക്യം വിളിക്കുകയും പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ള ചില ആളുകൾ അത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. മതമാണ് 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 പ്രശ്നം എന്ന് ലീഗിൻ്റെ നേതൃനിരയിൽ തന്നെയുള്ള ഒരാൾ പറയുന്നതായിട്ടാണ് കേൾക്കുന്നത്. പ്രതികരണം നല്ലതാണ്. ഒരു മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. അതായത് ആ പ്രസംഗത്തിൽ നിരീശ്വരവാദമല്ല മതവിശ്വാസമാണ് പ്രധാനം എന്ന് സമർത്ഥിക്കാനാണ് കക്ഷി ശ്രമിച്ചത്, അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ അത് മിസ്കോട്ട് ചെയ്യപ്പെട്ടതാണ്. മതവിശ്വാസം അതാണ്. അതിൻ്റെ സന്ദർഭം മനസ്സിലാകും.
ഈ ഈശ്വരവിശ്വാസം പ്രധാനമാണ് എന്ന് പറഞ്ഞതാണ്. അത് പിന്നെ മിസ്കോട്ട് ചെയ്ത് മതവിശ്വാസം മതം ജാതി എന്നുള്ള അർത്ഥത്തിലോ വർഗീയ എന്നുള്ള അർത്ഥത്തിലോ അല്ല പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഫുൾ ടെസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. പറഞ്ഞോ ഒന്ന് ഇടപെടുകയാണ്. ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് വസ്തുതയല്ല. അതിൻ്റെ വീഡിയോ ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ്. മുഴുവൻ കേൾക്കൂ. അത് മാത്രമല്ല പറഞ്ഞത്, അധികാരം തിരിച്ചു പിടിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും വീഡിയോ ഉണ്ട്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. എൻ്റെ കൈവശം വീഡിയോ ഉണ്ടെന്നേ. എൻ്റെ കൈവശം വീഡിയോ ഉണ്ട്. എന്തിനു വേണ്ടിയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് സമൂഹത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞൊരു വീഡിയോയാണ്. നിങ്ങൾ അസംബ്ലിയിൽ നിഷേധിച്ചത് കൊണ്ട് അത് യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല. മുസ്ലിമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയോട് ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്ത ഒരു ചരിത്രം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ്. അല്പാൽപമായി രാഷ്ട്രീയ കാരണങ്ങളാൽ ഇടതുപക്ഷ മുന്നണി ഞങ്ങളെ എതിർക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പകരം വന്ന അല്പ തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പോലും ഞങ്ങൾ അതിശക്തിയായി എതിർത്തിട്ടുണ്ട്, തുടരുകയും ചെയ്യും. ഞങ്ങളെ ആ കാര്യത്തിൽ നോക്കണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞോളൂ. നൗഷാദ്, മുഖ്യമന്ത്രി പറഞ്ഞോളൂ. സാർ, ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞ കാര്യം നമുക്ക് മുഖവിലക്കെടുക്കാം. പക്ഷേ നാട് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം അതല്ല എന്നുള്ളത് നിങ്ങളും ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. കാരണം ഇതൊക്കെ തെളിവുകളായിട്ട് ഇപ്പോൾ പുറത്തു വന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം അതേ രൂപത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ തരത്തിലാണ്. അതിനോടൊപ്പം ബഹുമാനായ പാർലമെൻ്ററി കാര്യമന്ത്രി രേഖപ്പെടുത്തിയ ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് അല്പം വിഷമമുണ്ടാക്കുന്ന കാര്യമാണത്. നിങ്ങൾ പലരും ആ തരത്തിൽ സംസാരിക്കുന്നവരല്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഇങ്ങനെ സംസാരിക്കുന്നവരും ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു. അതെവിടത്തേക്കാണ് പോകുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു തരത്തിലുള്ള സ്വാധീനം എങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ചില സ്വാധീനങ്ങൾ നിങ്ങളെ വല്ലാതെ വെട്ടിലാക്കുന്നു എന്നുള്ളത് കണ്ടുപോകണം. അത് തള്ളിപ്പറയാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പം നിങ്ങളത് പറഞ്ഞു, നല്ല കാര്യമാണ്. ഇനിയും ആ നില തന്നെ സ്വീകരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാലത്തും ഒരു വർഗീയതയോടും, അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും, ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടേ സ്വീകരിക്കും. പലപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി ഈ വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം ഞങ്ങൾ കാണിക്കില്ല എന്ന്. അത് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. ഇവിടെ വർഗീയതയ്ക്കെതിരെ മതേതരത്വം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ രാജ്യത്ത് ബദലാവില്ല എന്നത് നാം കാണണം. ആഗോളവൽക്കരണ നവ ഉദാരവൽക്കരണ നയങ്ങളുണ്ട്. സർ, ആ നയം ആരുടേതാണ്? ഇവിടെയാണ് കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യം. ആഗോളവൽക്കരണ നയം, നവ ഉദാരവൽക്കരണ നയം ഒക്കെ ഒരു ഘട്ടത്തിൽ അംഗീകരിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റാണ്. അന്നതിന് അതിൻ്റേതായ ന്യായങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ രാജ്യത്തിൻ്റെ അനുഭവം എന്താണ്? എത്രമാത്രം അപകടകരമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ അപകടകരമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിലൊരു പുനർചിന്തന നടത്താൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടോ? അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നുണ്ടോ? അപ്പോൾ തള്ളിപ്പറയാത്ത കാലത്തോളം നിങ്ങൾക്കും BJPക്കും ഒരേ സാമ്പത്തിക നയം എന്ന നിലയിലേ വരുന്നത്. ഒരേ സാമ്പത്തിക നയമുള്ള നിങ്ങളെങ്ങനെയാണ് BJPയുടെ ഒരു ബദൽ ശക്തിയായി മാറുക? അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ
തെങ്കൽ ഡ്രാഫ്റ്റ് ഗാട്ട് കരാറ്, ലോക വ്യാപാര സംഘടനയുമായുള്ള കരാറുകൾ, ഇങ്ങനെ രാജ്യത്തിൻ്റെ പരമോന്നതാധികാരം ഇല്ലാതാക്കുന്ന നടപടികൾ കോൺഗ്രസ് സർക്കാരുകളുടെ സംഭാവനയായിട്ടൊരു കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അത് പുനർചിന്തന നടത്തേണ്ട സമയമായില്ലേ? അത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കണ്ടേ? എന്നിട്ട് ആ നയത്തിനെതിരെ വരണ്ടേ? നമ്മുടെ കർഷകരുടെ, തൊഴിലാളികളുടെ, ചെറുകിട കച്ചവടക്കാരുടെ എല്ലാം നടുവൊടിക്കുന്ന സാമ്പത്തിക നയങ്ങളാണല്ലോ നവോദാരവൽക്കരണ നയങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്നത്. അപ്പോൾ ആ നയം BJP ഇപ്പോൾ കൂടുതൽ ശക്തമായി നടപ്പാക്കുന്നു. അതിൻ്റെ തുടക്കക്കാർ നിങ്ങളും ഇപ്പോൾ നയത്തിൽ അതിനോടൊപ്പം നിൽക്കുന്നു. നിങ്ങൾക്കെങ്ങനെ BJPയുടെ ബദൽ ശക്തിയാകാൻ പറ്റും? ഇത്തരം കാര്യങ്ങളിൽ, അത് സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിലായാലും രാഷ്ട്രീയ നയത്തിൻ്റെ കാര്യത്തിലായാലും വർഗീയതയുടെ കാര്യത്തിലായാലും എല്ലാം ശക്തമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പറഞ്ഞ ബഹുമാനായ രമേശ് ചെന്നിത്തല ഒരു ശതക്കണക്ക് പറയുന്നത് കേട്ടു. സാർ, അതല്ല, അതിനും മേലെ എന്ന് പറഞ്ഞിട്ടില്ലേ? അതുക്കും മേലെയാണ് LDF വരാൻ പോകുന്നത്. ആ അവസ്ഥയാണ് കേരളത്തിൽ. അത്തരമൊരു സാഹചര്യമാണുള്ളത്. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളാണല്ലോ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. നമുക്ക് അവിടെ കാണാം എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സർ, ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്.